നമസ്കാരം. അജ്മലിന്റെ ദ ബോർഡർ ഓഫ് എ മൈൻഡ്.com എന്ന ബ്ലോഗിലെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ കമന്ററി സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അജ്മൽ എഴുതിയ പ്രതീക്ഷ, അതായത് ആന്റിസിപ്പേഷൻ എന്നൊരു ബ്ലോഗ് പോസ്റ്റിനെ കുറിച്ചാണ്. അതെ, ദ ബോർഡർ ഓഫ് എ മൈൻഡ്.com. ശരിക്കും അജ്മലിന്റെ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ നമ്മളിലെല്ലാം ഒരു ജിജ്ഞാസയുണ്ടല്ലോ, അതിരുകളില്ലാത്ത ഒന്ന്. ആ ഒരു അത്ഭുതത്തെ കണ്ടെത്താനും പിന്നെ അത് ആഘോഷിക്കാനുമൊക്കെയുള്ള ഒരു വെർച്വൽ ഇടം പോലെയാണ് അദ്ദേഹം അതിനെ കാണുന്നത്. വർഷങ്ങളായിട്ട് അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുത്തൊരു പ്ലാറ്റ്ഫോം. അതെ, അദ്ദേഹത്തിന്റെ ചിന്തകൾ, പ്രതിഫലനങ്ങൾ, പിന്നെ എഴുത്ത്, കല, ചിലപ്പോൾ ദൃശ്യങ്ങൾ, അങ്ങനെ പലതും അവിടെ പങ്കുവെക്കുന്നുണ്ട്. ശരിയാണ്. അപ്പോ ഈ പ്രതീക്ഷ എന്ന ആശയം അത് അജ്മൽ അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ രസകരമായിട്ടാണല്ലേ? തീർച്ചയായും. പലപ്പോഴും ആ ഒരു യഥാർത്ഥ അനുഭവം കിട്ടുന്നതിനേക്കാളും നമുക്ക് സന്തോഷം തരുന്നത് ചിലപ്പോൾ അതിനു മുമ്പുള്ള ആ ഒരു കാത്തിരിപ്പും ഒരു ആകാംക്ഷയുമൊക്കെ ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു യാത്ര. യാത്ര പോകാനായിട്ടുള്ള ഒരു കാത്തിരിപ്പ്. അതെ, അല്ലെങ്കിൽ നമ്മൾ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ ഹോബി, അതിനെക്കുറിച്ച് ഓർത്തിങ്ങനെ ഉത്സാഹം കൊള്ളുന്നത്. അത് ഓർക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നുമല്ലേ? അതെ. അപ്പോൾ ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അജ്മൽ പറയുന്നത് ഇങ്ങനെ മുന്നോട്ട് നോക്കുന്നത്, ആ ഒരു ആന്റിസിപ്പേഷൻ, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു സന്തോഷം നിറയ്ക്കും, മനസ്സിന് ഒരു ഉണർവ് കിട്ടും, ഒരു ഫ്രഷ്നെസ് പോലെ. അതെ, ആ ഒരു മുൻകൂട്ടിയുള്ള ആവേശം സാധാരണ ദിവസങ്ങൾക്ക് ഒരു തിളക്കം കൊടുക്കും. ശരിയാണ്. അപ്പൊ ഈ സന്തോഷം ഇങ്ങനെ സ്ഥിരമായിട്ട് അനുഭവിക്കാൻ അജ്മൽ ഒരു വഴിയും പറയുന്നുണ്ട്. വളരെ സിമ്പിളാണ് സംഭവം. ഓ, അതെന്താണ്? നിങ്ങൾക്കൊരു ആവേശം തരുന്ന എന്തെങ്കിലും ഒന്ന്, അത് ചെറുതായാലും മതി, എപ്പോഴും നിങ്ങളുടെ കലണ്ടറിൽ ഉണ്ടാവണമെന്ന്. അത് ചിലപ്പോ ഒരു പുതിയ പുസ്തകം വായിക്കാൻ മാറ്റിവെച്ചൊരു വൈകുന്നേരമാകാം, അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കഫേ, അതുമല്ലെങ്കിൽ ഒരു പുതിയ പാചകക്കുറിപ്പ് പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും. ശരി ശരി, ചെറിയ കാര്യങ്ങൾ മതി. അതെ, ഇത്തരം ചെറിയ കാര്യങ്ങൾ നമ്മുടെ ഒരു ഭാരം കുറയ്ക്കും, മനസ്സിനെ കുറച്ചുകൂടി ഉന്മേഷത്തോടെ നിർത്തും. അപ്പോ ഇതിന്റെ ഒരു വലിയ ചിത്രം നോക്കിയാല്, ഇത്തരം ചെറിയ കാര്യങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറുകയാണ് ചെയ്യുന്നതല്ലേ? അതെ. സാധാരണ കാര്യങ്ങളിൽ നിന്ന് വരാനിരിക്കുന്ന ആ ഒരു സന്തോഷകരമായ സാധ്യതകളിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറും. ശരിയാണ്. ഇത് നമ്മളെ ഇപ്പോഴുള്ള നിമിഷം, ആ വർത്തമാനകാലം കൂടുതൽ ആസ്വദിക്കാൻ സഹായിക്കുമെന്നാണ് അജ്മൽ പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം നമ്മളിപ്പോ എപ്പോഴും ഫലങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ലോകത്താണല്ലേ? അതെ, ലക്ഷ്യത്തിലെത്തണമെന്ന ചിന്ത. അതെ, പക്ഷെ അജ്മൽ പറയുന്നത് ആ ലക്ഷ്യസ്ഥാനത്തെക്കാളും ആ യാത്രയുടെ പ്രതീക്ഷ, അതാണ് ജീവിതത്തിൽ ഒരു അത്ഭുതം നിറയ്ക്കുന്നത് എന്നാണ്. കൊള്ളാം. അതുകൊണ്ട് എപ്പോഴും ഒരു ആവേശത്തിന്റെ ചെറിയൊരു തീപ്പൊരി മനസ്സിൽ സൂക്ഷിക്കണം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ സന്തോഷകരമായ ജീവിതത്തിലേക്കുള്ള ഒരു താക്കോൽ ഈ ചെറിയ പ്രതീക്ഷകളായിരിക്കാമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരിയാണ്. വലിയ വലിയ ലക്ഷ്യങ്ങൾ മാത്രമല്ല. അതെ, നാളത്തെ ഒരു കോപ്പി കുടിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ചിന്തയോ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച വായിക്കാൻ പോകുന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ഓർമ്മയോ, അങ്ങനെയുള്ള ചെറിയ കാത്തിരിപ്പുകൾ, അത് മതിയല്ലേ? അത് നമ്മുടെ ജീവിതത്തിനൊരു നിറം നൽകും. അപ്പോ അജ്മലിന്റെ കൂടുതൽ ചിന്തകളും അദ്ദേഹത്തിന്റെ എഴുത്തുകളും കലകളുമൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ദി ബോർഡർ ഓഫ് എ മൈൻഡ്.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. അതുപോലെ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ചില പോഡ്കാസ്റ്റുകളും അവിടെ കാണാം. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളും കണ്ടെത്തലുകളുമൊക്കെ അവിടെ പങ്കുവച്ചിട്ടുണ്ട്. വളരെ നല്ലത്. അപ്പോ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചർച്ചാ പരമ്പരയിലെ അടുത്ത ഭാഗത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അതുവരെ ഒരു കാര്യം ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങൾ അടുത്തതായി എന്തിനു വേണ്ടിയാണ് ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്? ഒരു ചെറിയ കാര്യമായാലും മതി.